സാറ് ഞാൻ മുണ്ട് ഉടുക്കാറില്ല സാറേ. ഓ നിന്റെ ആണോ ഈ മുണ്ട്? എനിക്ക് മുണ്ടില്ല സാർ, ഇത് എന്റെ അല്ല. സാർ ഞങ്ങൾ ഇന്നലെ രാത്രി റോസ്മേരി ഹോസ്റ്റലിൽ കയറിയിട്ടില്ല. ഓ ഇന്നലെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കയറിയത്? അത് ഈ ഹോസ്റ്റൽ നമുക്കൊരു വള്ളിക്കിട്ടാവൂലടാ. അതെ പറ. അപ്പോ ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? അത് ഞങ്ങളത് സെക്കൻഡ് ഷോക്ക് പോയിരുന്നു. ഓ പോയിട്ട് തിരികെ റൂമിലെത്തി ഉറങ്ങി. അപ്പൊ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോഴാണ് നീയൊക്കെ റോസ്മേരി ഹോസ്റ്റലിന്റെ മതിലി അടിക്കണം. അയ്യോ എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ ഇന്നലെ റോസ്മേരി ഹോസ്റ്റലിന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല. ആ ഹോസ്റ്റലിനെ പറ്റി ഞങ്ങൾ ഓർത്തിട്ടില്ല. അപ്പോ ഈ മുണ്ട് നിങ്ങളുടെ അല്ല? അല്ല സാറേ. അയ്യോ അയ്യോ ഈ മുണ്ട് അല്ല സാറേ, അല്ല ആണെന്ന് പറയടാ. എന്റെ അല്ല സാറേ, സത്യമാണോ? അയ്യോ അയ്യോ സാറേ, ഈ മുണ്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. എന്തിനാണ് വീണ്ടും നീയൊക്കെ ഹോസ്റ്റലിൽ കയറിയത്? ഏത് പെണ്ണിനെ നീയൊക്കെ ഹോസ്റ്റലിൽ കയറിയത്? അയ്യോ സത്യം പറ, ക്യാമറ മോഷ്ടിക്കാനല്ലേ നീ അവിടെ കയറിയത്? അയ്യോ സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല സാറേ. ഇതെന്താ സാറേ ഇത്? ഏതെങ്കിലും ഒരുത്ത മുണ്ടുകൊണ്ട് ഹോസ്റ്റലിൽ ഇട്ടാ അതെങ്ങനെ ഞങ്ങളാകും? ഞങ്ങളാ കയറിയെന്ന് ആരെങ്കിലും പറഞ്ഞോ സാറേ? ഈ മുണ്ട് ഞങ്ങളിലാണെന്ന് എന്താ തെളിവ്? സാറേ സത്യമായിട്ട് ഞങ്ങൾ രാത്രി എവിടെ പോയിട്ടില്ല സാറേ, സത്യം. ഞാൻ അവിടുത്തെ ക്യാമറ ഒന്നും മോട്ടിച്ചിട്ടുമില്ല. അമ്മച്ചാണ് സത്യം സാറേ, പോയിട്ടില്ല. നീയൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പൊ പൊക്കോ, വീണ്ടും ഞാൻ വിളിപ്പിക്കും. അപ്പൊ വരണം. മനസ്സിലായോടാ? ഓ മനസ്സിലായി. പോ പോ പോ. ഇന്നലെ അവിടെ കയറിയത് അവരല്ല സാർ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ആ മരം ഞാൻ വിട്ടയച്ചത്. പക്ഷേ എടോ, എനിക്കൊരു സംശയം. എന്താ സാറേ? അന്ന് രാത്രിയിൽ നമ്മൾ റോസ്മേരി ഹോസ്റ്റലിൽ കയറിയില്ലേ? അതിനുശേഷം എനിക്ക് ചില സംശയങ്ങളുണ്ട്. അവിടുത്തെ CCTV ക്യാമറ ഇപ്പോഴും വർക്കിംഗ് അല്ല. പുതിയതായി വെച്ച ക്യാമറകളെല്ലാം മോഷണം പോവുകയും ചെയ്തു. അതിന് വാർഡിന് പരാതിയുമില്ല. അതിനകത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ അതെന്താണെന്ന് പറയാൻ പറ്റിയ നിഗമനങ്ങളിൽ നമുക്ക് എത്താനും കഴിയുന്നില്ല. നമുക്ക് സൂര്യമംഗലത്ത് പോയി ആ തിരുമേനി ഒന്ന് കണ്ടാലോ സാർ? ഇതെന്താണോ? ഫാനിലെന്തോ സ്പാർക്ക് ഉണ്ടായിരുന്നു തോന്നണേ. ഫാൻ അടിച്ചു പോയിന്നാ തോന്നണ സാർ. ഞാനൊരു ടെക്നീഷ്യൻ വിളിച്ചിട്ട് വരാം. ഈ വിവരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? സാറേ ഞങ്ങളെ വീണ്ടും പോലീസ് നോക്കി. അപ്പൊ കിട്ടിയതാ. ഒളിച്ചു കയറിയതിന്റെ മുണ്ട് തൊണ്ടിമൂലായ ACP മേശപ്പുറത്തുണ്ട്. അതാരുടെയാടാ? ആരുടെന്ന് അറിയാനാ ഞങ്ങളെ പോലീസ് നോക്കിക്കൊണ്ട് പോയത്. ഞങ്ങളെ മുണ്ടല്ലെന്ന് പോലീസിന് മനസ്സിലായി. സാറേ ഒരുത്തൻ ഇന്നലെ രാത്രി റോസ്മേരി ഹോസ്റ്റലിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. വിക്കി, ഒരുത്തന ഹോസ്റ്റലിൽ പതിവായിട്ട് കയറി ഇറങ്ങുന്നുണ്ടല്ലോടാ. അത് നമ്മൾ അന്വേഷിക്കുന്ന ആരവ് തന്നെയാണെന്നാ എന്റെ ബലമായ സംശയം. അല്ല, അത് 100% ശരിയാ. നിങ്ങൾ അന്വേഷിക്കുന്ന ആരവ് ആ ഹോസ്റ്റലിനകത്ത് ഉണ്ടാവാനുള്ള സകല സാധ്യതയുണ്ട്. അന്ന് ഞങ്ങൾ കണ്ട ഗോസ്റ്റ് ആരവാണോന്ന് എനിക്ക് സംശയമുണ്ട്. ആരവോ? അങ്ങനെയെങ്കിൽ ആരവിനെ ഹോസ്റ്റലിൽ സംരക്ഷിക്കുന്നത് 5 സുന്ദരികളായിരിക്കും. 5 സുന്ദരികളാ? പെമ്പിള്ളേര് നമ്മുടെ ഉറക്കം കെടുത്തുന്നല്ലടാ. അവരെനിക്ക് ചെറിയ തലവനെയൊന്നുമല്ല ഉണ്ടാക്കുന്ന. രുദ്ര സാറേ, 5 സുന്ദരിയുടെ വണ്ടിയിൽ ഞങ്ങൾ കണ്ടതേ നിങ്ങൾ തേടുന്ന ആളാണോന്ന് ഞങ്ങൾക്കിപ്പോ സംശയമുണ്ട്. അവർ അവനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ റോസ്മേരി ഹോസ്റ്റലായിരിക്കും അവന്റെ സുരക്ഷിത താവളം. എന്റെ അനിയനെ ഇല്ലാതാക്കിയവന് ആരഭയം കൊടുത്താലും അവർ വേദനിക്കും. അവർക്ക് സമാധാനം ഇല്ലാതാവും.
അവന്റെ താവളം റോസ്മേരി ഹോസ്റ്റലാണെങ്കിൽ ആ ഹോസ്റ്റൽ ഞാൻ തകർക്കും. അത് തകർത്തിട്ടാണെങ്കിലും രുദ്രൻ അവനെ പുറത്തുകൊണ്ടുവരും.